നമസ്കാരം. അത്തം നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ, രഹസ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. എവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പൊതുഫല പ്രകാരം നോക്കുമ്പോൾ ഐശ്വര്യം, കുലീനത എന്നീ ഗുണങ്ങളാൽ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളായി തന്നെ ഇവർ മാറും. ഈ നക്ഷത്രത്തിൽ പിറന്ന, അതായത് അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പെണ്ണത്തം പൊന്നത്തം എന്നാണ് പറയുക. അത്തരത്തിലൊരു ചൊല്ലാണ് ഉള്ളത്. വിദ്യാസമ്പത്തും കലാപരമായ പ്രവർത്തന മികവിൽ വളരെയധികം ഉയർച്ച നേടുന്നവരുമാണ് ഇവർ. അധ്വാനശീലരായ ഇവരുടെ ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ പലപ്പോഴും ഇവരെ പലവിധ പ്രശ്നങ്ങളിലേക്കും തള്ളി നീക്കാം. ഉയർച്ച വരികയും ഉടനെ താഴ്ച വരികയോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുക. കൂടാതെ കൗശല ബുദ്ധിയുള്ളവരാണ് ഇവർ എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. കുറവുകൾ കണ്ടുപിടിക്കുവാൻ ഇവർ സാമർഥ്യം ഉള്ളവരാണ്. അധികാര ശക്തിയുള്ള തൊഴിലുകളിൽ ശോഭിക്കുന്ന അത്തം നക്ഷത്രക്കാർ തികഞ്ഞ ആത്മനിയന്ത്രണമുള്ളവരും സൗമ്യമായ പ്രകൃതം ഉള്ളവരുമാണ്. രാഹു, ശനി, കേതു ദശാകാലങ്ങൾ അത്യധികം ദോഷകരമാണ് എന്നറിഞ്ഞ് വിധി പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ഇവർ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. അത്തവും തിങ്കളാഴ്ച ദിവസവും ചേർന്ന് വരുന്ന ദിവസം വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് ഉത്തമമായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകും എന്ന കാര്യവും പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്വഭാവ സവിശേഷതകൾ, ചില പ്രത്യേകമായ കഴിവുകളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. വളരെയധികം അറിവ് ഉള്ളവരാണ് ഇവർ. ജീവിതത്തിൽ പല അവസരങ്ങളിലും അറിവ് നേടാൻ ആഗ്രഹിക്കുകയും അത്തരത്തിൽ വളരെയധികം അറിവ് നേടുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അന്വേഷണ ബുദ്ധി എടുത്തു പറയേണ്ടതായ ഒരു മികവ് തന്നെയാണ്. അന്വേഷണ ബുദ്ധിയിലൂടെ കാര്യങ്ങൾ കണ്ടെത്തുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. ഇത് പലരും ഇവരോട് പരാമർശിക്കുന്ന ഒരു കാര്യം കൂടിയാകുന്നു. കുലീനമായ പെരുമാറ്റമാണ് ഇവർക്ക് ഉണ്ടാവുക. അതിനാൽ മറ്റുള്ളവർക്ക് ഇവരോട് ഒരു ദേഷ്യം തോന്നണം എന്നില്ല. മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യും. കഠിനാധ്വാനികളാണ് ഇവർ. പലപ്പോഴും പരാജയങ്ങൾ നേരിട്ടാൽ പോലും കഠിനാധ്വാനത്തോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവരും അത്തരം കാര്യങ്ങൾ നോക്കി കാണുന്നവരുമാണ് ഇവർ. കഠിനാധ്വാനികളാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാകുന്നു. ആകർഷകമായ വ്യക്തിത്വം എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാകുന്നു. പലരും ഇവരെ മറക്കില്ല എന്നതാണ് വാസ്തവം. അത് ഇവരുടെ വ്യക്തിത്വത്തിന്റെ ഗുണങ്ങൾ കൊണ്ടുകൂടിയാണ്. വളരെയധികം വ്യക്തിത്വം ഇവർ എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്നവരാകുന്നു. അതിനാൽ മറ്റുള്ളവർക്ക് വളരെയധികം താല്പര്യം ഇവരോട് പല സന്ദർഭങ്ങളിലും തോന്നാം. ശാന്തമായ സ്വഭാവം എടുത്ത് പറയേണ്ടതായ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പലപ്പോഴും പല പ്രശ്നങ്ങൾ നടക്കുകയാണ് എങ്കിലും ശാന്തമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായ ഒരു സ്വഭാവമായി തന്നെ ഇത് മാറും. ആത്മനിയന്ത്രണം ജീവിതത്തിൽ എപ്പോഴും വച്ച് പുലർത്തുന്നവരാണ് ഇവർ എന്നതും എടുത്തു പറയേണ്ടതായ ഒരു മേന്മ തന്നെയാകുന്നു. ജീവിതത്തിൽ അച്ചടക്കം എല്ലാ അവസരങ്ങളിലും വച്ച് പുലർത്തുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അച്ചടക്കത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ സദാ പുലർത്തുകയും ചെയ്യുന്നവരാണ് ഇവർ. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. അതിനാൽ പലപ്പോഴും ഉയർച്ചകൾ വന്നു ചേരുമ്പോഴും പല കാരണങ്ങൾ കൊണ്ടും താഴ്ചകൾ, തിരിച്ചടികൾ നേരിടാം. അത് ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് പോലും തിരിച്ചടികൾ നേരിടാവുന്നതാണ്. ബുദ്ധിശക്തി എടുത്തു പറയേണ്ട മറ്റൊരു മേന്മയാകുന്നു. ബുദ്ധി വൈഭവത്താൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ പ്രത്യേകമായ കഴിവാണ് ഇവർക്കുള്ളത്. ചിലരിൽ സ്വാർത്ഥത ഉണ്ടായി എന്ന് വരാം. എന്നാൽ പല അവസരങ്ങളിലും ഇവർക്കത് തിരുത്തുവാൻ സാധിക്കും എന്നത് എടുത്തു പറയേണ്ടതായ കാര്യമാകുന്നു. ചില അവസരങ്ങളിൽ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ഇവർക്ക് സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റം കണ്ടുപിടിക്കുന്നതായ ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം.
വിശകലന ബുദ്ധി എടുത്ത് പറയേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ സമീപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും എടുത്ത് പറയേണ്ടതായ ഒരു കാര്യമാകുന്നു. സുഖകരമായ വാർദ്ധക്യം ഇവർക്ക് ലഭിക്കുന്നതാണ്. വാർദ്ധക്യ ജീവിതം സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കും. പദവിയും പ്രതാപവും ഇവരെ തേടിയെത്തും. പല കാര്യങ്ങളിലും ഇവർക്ക് ഉന്നതമായ പദവികൾ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. ഇവർ ശ്രമിച്ചില്ല എങ്കിൽ പോലും പലപ്പോഴും പല അവസരങ്ങളിലും ഇവരെ ഇങ്ങോട്ട് പദവികൾ തേടിയെത്താവുന്നതുമാണ്. ആവിഷ്കാര സാമർഥ്യം ഉള്ളവരാണ് അത്തം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ. വാക്ചാതുര്യം എടുത്ത് പറയേണ്ടതായ ഒരു മേന്മയാണ്. ഏതൊരു കാര്യമാണ് എങ്കിലും വാക്ചാതുര്യത്തോടെ അവതരിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ദുശീലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലും ദോഷകരമായ ഫലങ്ങൾ നൽകും. വന്നു ചേരേണ്ടതായ പല അനുകൂലമായ ഫലങ്ങളും നഷ്ടമാകുന്നതിന് കാരണമായി തീരാം. വീട്ടിൽ നിന്നും അകന്നു നിൽക്കുവാൻ പലപ്പോഴും താല്പര്യപ്പെടുന്നവരാണ് ഇവർ. പുറം ലോകം കാണണം എന്നും ശരിയായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ആഗ്രഹിക്കുന്നവരാണ് ഇവർ. പലപ്പോഴും വിദേശത്ത് പോകുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് ഇവർ. അഥവാ ദൂരദേശത്തേക്ക് പോകുവാൻ ശ്രമങ്ങൾ നടത്തുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചിലപ്പോൾ അശ്രദ്ധ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ഇവരുടെ ജീവിതത്തിൽ പലവിധ നഷ്ടങ്ങൾക്കും അപവാദങ്ങൾ കേൾക്കുന്നതിനോ മാനഹാനി സംഭവിക്കുന്നതിനോ കാരണമായി തീരാം. അതിനാൽ ഏതൊരു സമയത്തും അശ്രദ്ധ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വേണം മുന്നോട്ട് പോകുവാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പലപ്പോഴും കലഹിക്കുന്നതായ പ്രകൃതം ഇവർക്കുണ്ട്. അതിവരുടെ ജീവിതത്തിൽ ചില ദോഷകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരും. എപ്പോഴും ഇത്തരത്തിൽ ഉണ്ടാകണം എന്നില്ല. ചില അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഇവർ പ്രകടിപ്പിക്കുന്നവരാകുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ പോലും പിന്നീടും അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഏതൊരു കാര്യത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതായത് മറ്റൊരു വ്യക്തിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് അവർ പറയുന്നതായ കാര്യങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഈ കാര്യം ശ്രദ്ധിച്ചു തന്നെ, അഥവാ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ അത്തം നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക.